വർഷ വിനോദ് എഴുതി സംവിധാനം ചെയ്ത് ഇന്ദ്രൻ സേട്ടൻ, മധുബാല എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമയാണ് ചിന്ന ചിന്നാസ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് വാരണാസിയിൽ മധുബാലയുടെ ക്യാരക്ടറായിട്ടുള്ള ലീല വന്ന് അവർ കൂടെ ഉള്ളവരെല്ലാം മിസ്സായിപ്പോയി, അവരെ ബിലോങ്സ് എല്ലാം പോയി. അങ്ങനെ നഷ്ടപ്പെട്ട് തേഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ വരുന്നു. പിന്നെ അവർ ആ ഒരു ദിവസം അവിടെ അവരുടെ യാത്ര അവിടുത്തെ, അതാണ് ഈ സിനിമ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞത് പ്ലോട്ടാണ് കേട്ടോ, ഇത് പടത്തിൻ്റെ സ്പോയിലറല്ല. പിന്നെ പടത്തിൻ്റെ പ്ലോട്ട് പറയാതെ പിന്നെ എങ്ങനെയാണ് ഞാൻ വന്ന് 5 ലിറ്റർ ആയതുകൊണ്ട് റേറ്റിംഗ് ഇട്ടിട്ടെങ്കിൽ പോട്ടാ? അതെന്തൊരു ഒപ്പീനിയൻ പറച്ചിലാണ്. സ്പോയിലർ ആയതുകൊണ്ട് കരച്ചിൽ. അവിടെ കിട്ടും. നമ്മൾ ഇതിലേക്ക് വരാം. അപ്പോൾ ഈ സിനിമ ഇത് ഞാൻ ഇന്നലെ രാത്രി പാതിരാത്രിയാണ് കാണുന്നത്. എനിക്ക് ഒരു പൊടിക്ക് പോലും ബോറടിക്കുകയോ ഉറക്കം വരെയോ ഒന്നും ചെയ്തില്ല. എനിക്ക് അതിൻ്റെ ഫീൽ ഇങ്ങനെ കണ്ട് തീർക്കാൻ പറ്റി. എക്സെപ്റ്റ് എൻ്റെ ക്ലൈമാക്സ് ഒരുമാതിരി കുണച്ച ക്ലൈമാക്സ് ആയിപ്പോയി. ബാക്കി എസ്പെഷ്യലി നമ്മുടെ ഗോവിന്ദ് വസന്ത ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടിയുടെ ഒരു രക്ഷയില്ലാത്ത സാധനം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടയ്ക്ക് ബെയ്യഴകം കയറി വരുന്നുണ്ട്, എന്നിരുന്നാലും അയാൾ പടത്തിനിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. അതുപോലെ മധുബാലയുടെ ഒരു ഭയങ്കര ക്യൂട്ടാണ് അവരിതിൽ കാണാൻ. ക്യൂട്ട്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പൂക്കികൾ സെൽഫി എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അതല്ല, ഇവർക്ക് ഓർഗാനിക്കലി ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ആ സിനിമാറ്റോഗ്രാഫി അത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുപോലെ കാശി, നമ്മൾ അവിടെ പോയി ഇറങ്ങി അവിടെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. ആ അവിടുത്തെ ഒരു ഇടനാഴികളും അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ ചുറ്റി നമ്മൾ അതിലേക്കങ്ങ് ആയി നമ്മളൊരു ടൂർ പോകും പോലത്തെ ഒരു രസം ഇതിൽ കാണാൻ പറ്റും. ത്രൂ ഔട്ട് അവിടെ തന്നെ ഉണ്ട്. കാശി എന്ത് ഭംഗിയാണ്, എന്ത് മനോഹരിയാണ് എന്ന് പറയും പോലെ. ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ഇവർ കുറേ ലൂസ് ടോക്സ് അവിടെ ആയിട്ട് ഫീൽ ചെയ്ത് എന്ത് വാടക ഇത് അവർ വൈറ്റിന് ഇപ്പോൾ പ്രണയത്തിലാവും, ഇതല്ലേ മറ്റേ സ്ഥിരം മറ്റേ മെയ്യഴകൈ അല്ലെങ്കിൽ 96 പോലത്തെ ഒരു പരിപാടിയാണ് പിടിക്കാൻ നോക്കിയത്. ഒരു നമുക്ക് ബോറടിക്കൊന്നുമില്ല, പക്ഷേ ഒരു രസമില്ല, നമുക്കിതാണ് നടക്കാൻ പോണത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് നേരം ഒരു ലൂസ് ടോക്ക് വന്ന് ഇങ്ങനെ എന്താണെന്നുകൊണ്ടിരുന്ന സമയത്താണ് പിന്നീട് നമുക്ക് പടം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മധുബാലയുടെ ക്യാരക്ടറിൻ്റെ POV കൂടി ചിന്തിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവരെ ഒരു ക്യാരക്ടറിനെ നമുക്ക് അടുത്തറിയാൻ പറ്റുന്നുണ്ട്. ഈ ജീവിതത്തിൽ നഷ്ടപ്രണയങ്ങളുണ്ടായവർക്ക്, അതുപോലെ സക്സസ്ഫുള്ളായിട്ടുള്ള ഉണ്ടായവർക്ക്, ഒരു പ്രതീക്ഷിച്ച ലൈഫ് കിട്ടാതെ ജീവിതം ജീവിച്ച് തീർക്കുന്ന അങ്ങനെ ഒരുപാട് പേർക്ക് ഒരു ചെറിയ പെയിനോ ഒരു സെൽഫ് റിലീഫോ ഒരു ഫീൽ ഗുഡ് എന്തൊക്കെയോ ഈ പടം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ ഒരു സംഭവം ഇത് മനസ്സിലായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കളഞ്ഞ് ഇത് പ്രണയമല്ല, അതിനപ്പുറം ജീവിതത്തിൻ്റെ ഒരു നോട്ടം ഒരു ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയി പിന്നീട് പതുക്കെ ട്രാക്ക് മാറി പതുക്കെ പടം ഫോക്കസ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ പിന്നെ ഇന്ദ്രൻ സൈഡിലോട്ട് ഫോക്കസ് ആവും. ഭയങ്കര മാരക പെർഫോമൻസ് ആണ് അതിനകത്ത്, മാരക പെർഫോമൻസ്. ഈ ഒരു മനുഷ്യ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ദിവസം വെച്ച് ഒരാളെ പരിചയപ്പെടുന്നു, അവിടെ അത് ഒരു വയസ്സായ ആൾക്കാരുടെ അവരുടെ എന്തൊരു പ്രായം കാണിക്കുക, എന്തൊരു തേങ്ങയെന്ന് നമുക്ക് തോന്നൂലേ? പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഇതിന് ഭയങ്കര റീസണൊന്നുമില്ല അവർ തമ്മിൽ പ്രണയിക്കാൻ വേണ്ടി, പക്ഷേ അവർ തമ്മിൽ കണക്റ്റ് ആവുന്നത് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ അപർണ ബാലമുരളി വരുമ്പം പുള്ളിക്കാരുടെ ഒരു ഡാൻസ് ഉണ്ട്, കഥക്കാണെന്ന് തോന്നുന്നു. എന്ത് രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയും ഗ്രേസ് ഉള്ള ഒരു അപർണ ബാലമുരളിയെ ഞാൻ വേറെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. ആ ഡാൻസിൽ അവരുടെ ഒരു എനർജിയും പെർഫോമൻസും ഒരുപാട് സുഖമുള്ള ഒരുപാട് മൊമെൻ്റുള്ള ഒരു സിനിമയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു അഗസ്ത്യ വരുന്നുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീര മാരക സാധനം. കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ പടത്തിൻ്റെ ഫ്ലോ കളയും പോലെ എനിക്ക് തോന്നി. അത് ഓക്കെ, അത് സിനിമയിൽ ചേരാത്തല്ല, പെട്ടെന്നൊരു ഫോഴ്സ്ഡ് സാധനം. പക്ഷേ ഓക്കെ, അത് കഴിഞ്ഞ് പോയി. പിന്നെ പോയിട്ട് ഇത് ക്ലൈമാക്സ് എന്തിനിങ്ങനെ തീർത്ത് വെച്ചെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങ് എൻഡിങ് ചെയ്യാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ടാണോ എനിക്ക് പിന്നെ ചുമ്മാ ഒരു ഷോർട്ട് കാണിച്ചൊക്കെ നിർത്തിയാലും മതി. നമ്മളെന്താ ഇതിൻ്റെ തുടക്കം അവസാനം മറ്റേ ഫസ്റ്റ് ആക്ട് സെക്കൻഡ് ആക്ട് ആ പരിപാടി അല്ലല്ലോ. ഇതൊരു ജേണിയാണ്. ഇതിങ്ങനെ തുടർന്ന് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുന്ന പരിപാടി. നമുക്ക് ആ ഒരു കാംനെസ്, വാരണാസിയുടെ ഒരു അഗ്രഷൻ, മറ്റേ ശിവൻ്റെ ഒരു പരിപാടിയുണ്ടല്ലോ, ശിവൻ സംഹാരം, ആ സാധനം അല്ലാതെ അതിൻ്റെ ഒരു കാംനെസ്, ഒരു പീസ്ഫുൾ സാധനം നമുക്ക് ഫീൽ ചെയ്ത് 2 മണിക്കൂർ കൊണ്ടുപോവുക എന്നുള്ള സാധനത്തിൽ പിന്നെ ക്ലൈമാക്സിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്കത് തീരെ വർക്കായിട്ടില്ല. പക്ഷേ പടം ഈസ് ഗുഡ്. മെയ്യഴകൻ 96 ലെവൽ അന്ത പരിപാടിയൊന്നുമില്ല, പക്ഷേ എവിടെയൊക്കെ ഒരു ഫീൽ അതിനുണ്ട്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു ഇത് തന്നെയാണ്. അതുപോലെ ഇവരുടെ പെർഫോമൻസ്, എസ്പെഷ്യലി ഇന്ദ്രൻ സേട്ടായി ഗംഭീരമായിരുന്നു. പിന്നെ ജാഫർ സാദിക്ക് ഒരു ചെറിയൊരു ക്യാമിയോ രസമായിരുന്നു. തമ്പുരാമയ്യ തമിഴ് പടത്തിൽ പോയി പേർപ്പിക്കണതിൻ്റെ അത്രയ്ക്ക് ഇല്ലെങ്കിലും അതുപോലത്തെ ഒരു വേർപ്പി കഥാപാത്രം തന്നെ തമ്പുരാമയ്യോ. കാളി വെങ്കട്ട്, സായി ജനനി എന്നിവരാണ് മറ്റ് ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ളത്.
DOP ഫായ് സിദ്ദിഖ്. ഞാൻ പറഞ്ഞില്ലേ ഈ വാരണാസിയുടെ ഭംഗിയോടൊപ്പം തന്നെ ഇവരുടെ മനസ്സിൻ്റെ ഭംഗി കൂടി എടുത്ത് ഒപ്പിയെടുക്കാൻ ഇയാൾക്ക് പറ്റിയിട്ടുണ്ട്. ഗംഭീര വർക്ക്. അതുപോലെ റെക്സൻ ജോസഫ് എഡിറ്റിങ്, ഗോവിന്ദ് വസന്ത ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക്, രംഗനാഥ് രവി സൗണ്ട് ഡിസൈൻ, ഗംഭീര വർക്ക്, സാബു മോഹൻ്റെ ആർട്ട്, സമീർ സനീഷിൻ്റെ കോസ്റ്റ്യൂം, എല്ലാം മേക്കപ്പ് ആൻഡ് ഹെയർ, രഞ്ജിത്ത് അമ്പടി, എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുന്ന മികച്ച ഒരു സിനിമ അനുഭവമായിരുന്നു. ക്ലൈമാക്സ് ഒഴിച്ച് എന്തരാ വരട്ടെ